നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മിഡിൽ ഈസ്റ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം തലക്കെട്ട്. ഈ വർഷത്തെ ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ ഹജ്ജ് തീർത്ഥാടക സംഘം മദീനയിലെത്തി. തീർത്ഥാടകർക്ക് ഊഷ്മള സ്വീകരണം നൽകി ഇന്ത്യൻ അംബാസിഡർ ഉൾപ്പെടെയുള്ള സംഘം. കേരളത്തിൽ നിന്നുള്ള ഹജ്ജ് വിമാന സർവീസ് മെയ് 10 ആരംഭിക്കും. പെഹൽഗാമിൽ ഇന്ത്യയുടെ നടപടി. പാകിസ്ഥാനെതിരെ തിരിച്ചടിക്കാൻ സൈനികർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകി കേന്ദ്ര സർക്കാർ. പാകിസ്ഥാൻ തെമ്മാടി രാജ്യമെന്ന UN-ൽ ഇന്ത്യ. ഇന്ത്യൻ സൈനിക സ്കൂളുകളുടെ വെബ്സൈറ്റുകൾ ഹാക്ക് ചെയ്യാനുള്ള പാക് ശ്രമം തകർത്തു. സുരക്ഷയുടെ ഭാഗമായി തെക്കൻ കാശ്മീരിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അടച്ചു. പെഹൽഗാം ആക്രമണത്തെ തുടർന്നുള്ള സ്ഥിതിഗതികൾ വിലയിരുത്താൻ നാളെ സുരക്ഷാ കാര്യങ്ങൾക്കായുള്ള കേന്ദ്രമന്ത്രിസഭാ യോഗം. പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിക്കണമെന്ന് പ്രധാനമന്ത്രിക്ക് രാഹുൽ ഗാന്ധിയുടെ കത്ത്. രാജ്യസുരക്ഷയ്ക്കായി ചാര സോഫ്റ്റ്വെയർ പെഗാസസ് ഉപയോഗിക്കുന്നത് തെറ്റില്ലെന്ന് സുപ്രീം കോടതി. വിഴിഞ്ഞം തുറമുഖം വെള്ളിയാഴ്ച പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കും. പരിപാടി സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമാക്കിയതിൽ കടുത്ത വിമർശനം. പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാത്തത് വിവാദമായതോടെ തുറമുഖ മന്ത്രി VN വാസവന്റെ ഓഫീസിൽ നിന്നും ക്ഷണക്കത്ത് നൽകി. കുടുംബത്തിനൊപ്പം മുഖ്യമന്ത്രി വിഴിഞ്ഞം സുരക്ഷാ മേഖലയിലെത്തിയതും അവലോകന യോഗത്തിൽ പങ്കെടുത്തതിലും വിമർശനം. ഷാജി N കരുണിന് യാത്രാമൊഴി. ഔദ്യോഗിക ബഹുമതികളോടെ ശാന്തി കവാടത്തിൽ സംസ്കാരം. അന്ത്യാഞ്ജലി അർപ്പിച്ച രാഷ്ട്രീയ സാംസ്കാരിക ചലച്ചിത്ര രംഗത്തെ പ്രവർത്തകർ. ആദ്യം തന്നെ ഗൾഫ് വാർത്തകളിലേക്കാണ്. ഈ വർഷത്തെ ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ ഹജ്ജ് തീർത്ഥാടക സംഘം മദീനയിലെത്തി. സൗദിയിലെ ഇന്ത്യൻ അംബാസിഡറുടെ നേതൃത്വത്തിൽ ഹജ്ജ് മിഷൻ ഉദ്യോഗസ്ഥരും ബന്ധപ്പെട്ട വകുപ്പുകളുടെ പ്രതിനിധികളും ചേർന്ന് തീർത്ഥാടകർക്ക് ഊഷ്മള സ്വീകരണം നൽകി. കേരളത്തിൽ നിന്നുള്ള ഹജ്ജ് വിമാന സർവീസ് മെയ് 10 ആരംഭിക്കും. ഈ വർഷത്തെ ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ ഹജ്ജ് തീർത്ഥാടക സംഘം പ്രവാചക നഗരിയായ മദീനയിൽ ഇറങ്ങി. ഇന്ന് പുലർച്ചെ ഹൈദരാബാദിൽ നിന്ന് സൗദി വിമാനത്തിൽ 288 പേരും ലക്നൌവിൽ നിന്നുള്ള രണ്ടാമത്തെ 262 തീർത്ഥാടക സംഘവും മദീനയിലെത്തി. ഇന്ന് ഏതാണ്ട് 1000-ഓളം ഇന്ത്യൻ ഹജ്ജ് തീർത്ഥാടകരാണ് വിവിധ സമയങ്ങളിലായി മദീനയിൽ ഇറങ്ങുന്നത്. മദീനയിൽ സൗദി ഹജ്ജ് ഉംറ മന്ത്രാലയം ആക്ടിംഗ് അണ്ടർ സെക്രട്ടറി ഡോക്ടർ അബ്ദുൽ അസീസ് വസാൻ, സൗദിയിലെ ഇന്ത്യൻ അംബാസഡർ ഡോക്ടർ സുഹൈൽ അജാസ് ഖാൻ, ജിദ്ദ ഇന്ത്യൻ കോൺസുലേറ്റ് കോൺസുൽ ജനറൽ ഫഹദ് അഹമ്മദ് ഖാൻ സൂരി എന്നിവരുടെ നേതൃത്വത്തിൽ ഹജ്ജ് മിഷൻ ഉദ്യോഗസ്ഥരും KMCC അടക്കമുള്ള സന്നദ്ധ പ്രവർത്തകരും പൂച്ചെണ്ടുകളും ഈത്തപ്പഴവും മറ്റു ഉപഹാരങ്ങളും നൽകി തീർത്ഥാടകരെ സ്വീകരിച്ചു. 1,22,518 തീർത്ഥാടകരാണ് ഈ വർഷം ഇന്ത്യൻ ഹജ്ജ് കമ്മിറ്റി വഴി ഹജ്ജിനായി എത്തുന്നത്. അതേസമയം സ്വകാര്യ ഹജ്ജ് കോട്ടയിലെ അനിശ്ചിതത്വം ഇനിയും അവസാനിച്ചിട്ടില്ല. 52,500-ഓളം വരുന്ന ഇന്ത്യയിലെ സ്വകാര്യ കോട്ടയിൽ 10,000-ഓളം പേർക്ക് മാത്രമാണ് ഇതുവരെ അവസരം ലഭിച്ചിട്ടുള്ളത്. കേരളത്തിൽ നിന്നുള്ള ഹജ്ജ് വിമാന സർവീസ് മെയ് 10 ആരംഭിക്കും. സുൽഫിഖ്റദായ്, അമൃത ന്യൂസ്, ജിദ്ദ. സൈബർ കുറ്റകൃത്യങ്ങൾക്കെതിരെ നടപടി കടുപ്പിച്ച് UAE. തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുക, വ്യക്തികളെയോ സർക്കാർ സ്ഥാപനങ്ങളെയോ അപമാനിക്കുക എന്നിവ ഉൾപ്പെടെയുള്ള സൈബർ കുറ്റകൃത്യങ്ങൾക്ക് 5 വർഷം വരെ തടവും 5 ലക്ഷം ദിർഹം വരെ പിഴയും ശിക്ഷ ലഭിക്കും. രാജ്യ താൽപര്യങ്ങൾക്ക് വിരുദ്ധമായതും പൊതുസമൂഹത്തിന്റെ സമാധാനത്തെ ഹനിക്കുന്നതും ഐക്യത്തെ തകർക്കുന്നതും സർക്കാർ സ്ഥാപനങ്ങൾക്കെതിരായതുമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള സൈബർ കുറ്റകൃത്യങ്ങൾക്കെതിരെ നടപടികൾ കടുപ്പിക്കുകയാണ് UAE. വ്യക്തികളെയോ സർക്കാർ സ്ഥാപനങ്ങളെയോ അപമാനിക്കും വിധമുള്ള സന്ദേശങ്ങൾ തയ്യാറാക്കുകയോ പങ്കുവയ്ക്കുകയോ ചെയ്താൽ കിംവദന്തികളും സൈബർ കുറ്റകൃത്യങ്ങളും തടയുന്നതിനുള്ള 2021 ഫെഡറൽ ഡിക്രി നിയമം നമ്പർ 34 പ്രകാരം 5 വർഷം വരെ തടവും 5 ലക്ഷം ദിർഹം പിഴയുമാണ് ശിക്ഷ. രാജ്യത്തിന്റെ ഭരണകൂടത്തിന് ദോഷമുണ്ടാകും വിധമുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കുക, തീവ്രവാദ ഗ്രൂപ്പുകളെ സഹായിക്കുക എന്നീ കുറ്റകൃത്യങ്ങൾക്ക് ആജീവനാന്ത തടവും കനത്ത പിഴയുമാണ് ശിക്ഷ. രാജ്യത്തിന്റെ നേതാക്കളെയും സ്ഥാപനങ്ങളെയും ദേശീയ ചിഹ്നങ്ങളെയും അപകീർത്തിപ്പെടുത്തും വിധമുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കുന്നതും ഗുരുതര കുറ്റകൃത്യമാണെന്ന് അബുദാബി ജുഡീഷ്യൽ ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കുന്നു. അമൃത ന്യൂസ്, അബുദാബി.
വിദേശ സർവകലാശാലകളിൽ നിന്നുമുള്ള സർട്ടിഫിക്കറ്റുകളുടെ അംഗീകാരം പരിശോധിക്കുന്ന നടപടിക്രമങ്ങൾ UAE ലളിതമാക്കി. ഉന്നത വിദ്യാഭ്യാസ ശാസ്ത്ര ഗവേഷണ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിലൂടെ ഇനി മുതൽ വിദേശ സർവകലാശാലകൾ നൽകുന്ന സർട്ടിഫിക്കറ്റുകളുടെ സാധുത പരിശോധിക്കാം. ഇതോടെ 70% നടപടിക്രമങ്ങൾ ഇല്ലാതായെന്ന് മന്ത്രാലയത്തിലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ആക്ടിംഗ് അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി അഹമ്മദ് ഇബ്രാഹിം അൽസാദി പറഞ്ഞു. സർട്ടിഫിക്കറ്റുകളുടെ അംഗീകാരം ഉറപ്പുവരുത്തുന്നതിനാവശ്യമായ രേഖകൾ, പരിശോധനാ സമയം, വ്യവസ്ഥകൾ എന്നിവയെല്ലാം ഗണ്യമായി കുറച്ചു. സർട്ടിഫിക്കറ്റുകളുടെ ആധികാരികത, യൂണിവേഴ്സിറ്റിയുടെ അംഗീകാരം എന്നിവയാണ് പരിശോധിക്കുക. ഷാർജ എമിറേറ്റിലെ വായനശാലകൾക്ക് 2.5 ദശലക്ഷം ദിർഹം ധനസഹായം പ്രഖ്യാപിച്ചു. ഇപ്പോൾ നടക്കുന്ന ഷാർജ കുട്ടികളുടെ വായനോത്സവത്തിന്റെ പശ്ചാത്തലത്തിലാണ് UAE സുപ്രീം കൗൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമി ലൈബ്രറികളുടെ നവീകരണത്തിനായി തുക അനുവദിച്ചത്. വായനോത്സവത്തിൽ സംബന്ധിക്കുന്ന അറബിക്, അന്താരാഷ്ട്ര ഭാഷകളിലുള്ള പ്രസാധകരിൽ നിന്നും പുതിയ പുസ്തകങ്ങൾ ശേഖരിക്കുന്നതിനായി തുക വിനിയോഗിക്കാം. എമിറേറ്റിലുടനീളമുള്ള പൊതു ഗവൺമെന്റ് ഉടമസ്ഥതയിലുള്ള വായനശാലകൾക്ക് ധനസഹായത്തിന്റെ വിഹിതം ലഭിക്കും. ഷാർജ കുട്ടികളുടെ വായനോത്സവം ഒരാഴ്ച പിന്നിടുമ്പോൾ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളടക്കം ആയിരക്കണക്കിന് ആളുകളാണ് മേളയിൽ സന്ദർശനം നടത്തിയത്. മെയ് 4-നാണ് വായനോത്സവം സമാപിക്കുന്നത്. കുവൈറ്റ് രാജകുടുംബാംഗത്തിനും പത്മശ്രീ പുരസ്കാരം. കുവൈറ്റ് രാജകുടുംബത്തിലെ പ്രമുഖയും യോഗ പരിശീലകയുമായ ഷെയ്ഖ അലി അൽ ജാബർ അൽ സബാഹാണ് ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൽ നിന്നും പത്മശ്രീ പുരസ്കാരം ഏറ്റുവാങ്ങിയത്. ഈ വർഷത്തെ റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ചാണ് ഷെയ്ഖ് അലി അൽ സാഹിബിന് ഇന്ത്യയിലെ പരമോന്നത സിവിലിയൻ അവാർഡുകളിലൊന്നായ പത്മശ്രീ പ്രഖ്യാപിച്ചത്. പത്മശ്രീ ബഹുമതി ലഭിക്കുന്ന ആദ്യത്തെ കുവൈത്തി പൗരയായ ഇവർക്ക് ഈ വർഷം ലഭിക്കുന്ന 8ാമത്തെ അന്താരാഷ്ട്ര പുരസ്കാരമാണിത്. കുവൈറ്റിലെ ആദ്യത്തെ ലൈസൻസുള്ള യോഗ സ്റ്റുഡിയോയായ ദാറാത്മയുടെ സ്ഥാപകയാണ് ഇവർ. ട്രാവൽ ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രദർശനങ്ങളിലൊന്നായ അറേബ്യൻ ട്രാവൽ മാർക്കറ്റിന് ദുബായിൽ തുടക്കമായി. 4 ദിവസത്തെ മേളയിൽ ഇന്ത്യ അടക്കം 161 രാജ്യങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. വിനോദസഞ്ചാര മേഖലയുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളും വിമാന കമ്പനികളടക്കം 3000-ഓളം പ്രദർശകരാണ് ഇത്തവണ അറേബ്യൻ ട്രാവൽ മാർക്കറ്റിലുള്ളത്. അറേബ്യൻ ട്രാവൽ മാർക്കറ്റിന്റെ 32ാമത് പതിപ്പാണ് ഇത്തവണത്തേത്. ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ നടക്കുന്ന മേളയിൽ ട്രാവൽ ടൂറിസം രംഗത്തെ ലോകപ്രശസ്ത കമ്പനികളും വിവിധ രാജ്യങ്ങളിലെ ടൂറിസം വകുപ്പുകളും സംബന്ധിക്കുന്നുണ്ട്. 2800-ലേറെ പ്രദർശകരാണ് 4 ദിവസത്തെ മേളയിൽ പങ്കെടുക്കുന്നത്. മുൻവർഷത്തെ അപേക്ഷിച്ച് 12% വർധനവ് മേളയിൽ പങ്കെടുക്കുന്നവരുടെ എണ്ണത്തിലുണ്ട്. 55,000-ലേറെ സന്ദർശകരെയാണ് മേളയിൽ പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യയിൽ നിന്നും കേരളം, ഉത്തർപ്രദേശ്, ഒഡീഷ, കർണാടകം, ഗോവ, ജമ്മു കാശ്മീർ, മഹാരാഷ്ട്ര എന്നിങ്ങനെ വിവിധ സംസ്ഥാനങ്ങൾ പ്രത്യേകം സ്റ്റാളുകൾ ഒരുക്കിയിട്ടുണ്ട്. ടൂറിസം രംഗത്ത് വൻ കുതിപ്പ് നേടുന്ന സൗദി അറേബ്യയും സൗദി വിമാന കമ്പനിയായ സൗദിയയും ഇത്തവണയും ശ്രദ്ധേയ സാന്നിധ്യമാണ്. എയർ ഇന്ത്യ എക്സ്പ്രസ്, എമിറേറ്റ്സ്, ഖത്തർ എയർവേസ് തുടങ്ങി വിവിധ വിമാന കമ്പനികളും മേളയിലുണ്ട്. വിനോദസഞ്ചാര മേഖല ഉണർവ് നേടുന്ന ഈ കാലത്ത് അറേബ്യൻ ട്രാവൽ മാർക്കറ്റ് പോലുള്ള ലോകോത്തര പ്രദർശനങ്ങൾ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട് എന്ന് ഗോകൈറ്റ് ട്രാവൽ ആൻഡ് ടൂർ സ്ഥാപകൻ സയ്യിദ് അമീൻ പറഞ്ഞു. നമ്മുടെ അക്രോസ് ദ ഗ്ലോബിൽ നമ്മളെ ട്രേഡ് പാർട്ട്നേഴ്സ് വരും, നമ്മൾ അവരായിട്ട് സംസാരിക്കും, പുതിയ പ്രൊഡക്റ്റുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും. സോ എനിവേ വി ആർ ഹിയർ ഫോർ ദ ലാസ്റ്റ് 3 years ആൻഡ് വി ക്യാൻ സേ ദാറ്റ് വിത്ത് കോൺഫിഡൻസ് ഇറ്റ് ഗിവ്സ് എ ലോട്ട് ഓഫ് ബൂസ്റ്റ് ടു യുവർ ബിസിനസ്. മെയ് 1-നാണ് അറേബ്യൻ ട്രാവൽ മാർക്കറ്റ് പ്രദർശനം സമാപിക്കുക. അറേബ്യൻ ട്രാവൽ മാർക്കറ്റ് പ്രദർശന വേദിയായ ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ നിന്നും ജെറിൻ ജേക്കബിനൊപ്പം ശ്രീരാജ് കൈമൾ, അമൃത ന്യൂസ്. വാഹന നമ്പർ പ്ലേറ്റുകൾക്കായുള്ള 118ാമത് ഓപ്പൺ ലേലത്തിൽ പുതിയ റെക്കോർഡ് സ്ഥാപിച്ച് ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി. 98.83 മില്യൺ ദിർഹമാണ് ലേലത്തിൽ നിന്ന് RTA നേടിയത്. ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വരുമാനമാണിത്. CC22 എന്ന നമ്പർ പ്ലേറ്റ് 8.35 മില്യൺ ദിർഹമിനാണ് വിറ്റുപോയത്. പ്ലേറ്റുകളുടെ ആകെ അടിസ്ഥാന മൂല്യം 16.56 മില്യൺ ദിർഹമായിരുന്നുവെങ്കിലും 6 മടങ്ങ് കൂടുതൽ തുക RTAക്ക് ലഭിച്ചു. ദുബായ് ഗ്ലോബൽ വില്ലേജിൽ കുട്ടികൾക്ക് സൗജന്യ പ്രവേശനം അനുവദിച്ചു. ഈ സീസൺ അവസാനിക്കുന്ന മെയ് 11 വരെ 12 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് ആഗോള ഗ്രാമത്തിൽ ടിക്കറ്റ് ഇല്ലാതെ പ്രവേശിക്കാമെന്ന് അധികൃതർ വ്യക്തമാക്കി. നേരത്തെ 3 വയസ്സിൽ താഴെ പ്രായമുള്ളവർക്കും 65 വയസ്സിൽ കൂടുതൽ പ്രായമുള്ളവർക്കും ഭിന്നശേഷിക്കാർക്കുമായിരുന്നു സൗജന്യ പ്രവേശനം അനുവദിച്ചിരുന്നത്. ദുബായ് ഗ്ലോബൽ വില്ലേജിന്റെ 29ാമത് പതിപ്പാണ് ഇത്തവണത്തേത്. വിവിധ രാജ്യങ്ങളുടേതുൾപ്പെടെ 30 പവലിയനുകളും 175 റെക്കോർഡ് റൈഡുകളുമാണ് ആഗോള ഗ്രാമത്തിൽ ഇത്തവണയുള്ളത്.
ആഭ്യന്തര മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ്. ഇതിന്റെ ഭാഗമായി 16 വ്യാജ അക്കൗണ്ടുകൾ പ്രവർത്തിപ്പിച്ച സ്വദേശി അറസ്റ്റിലായി. രഹസ്യ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് പ്രമുഖ ഷോപ്പിംഗ് മാളിൽ വെച്ച് ഇയാളെ അറസ്റ്റ് ചെയ്തത്. വ്യക്തികൾക്കെതിരെ അധിക്ഷേപം നടത്തുവാനും കിംവദന്തികൾ പ്രചരിപ്പിക്കുവാനും ലക്ഷ്യമിട്ടുകൊണ്ടാണ് വ്യാജ പേരുകളിൽ ഈ അക്കൗണ്ടുകൾ പ്രവർത്തിപ്പിച്ചിരുന്നത്. ഇതിനു പുറമെ വ്യക്തികളെ ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം തട്ടുവാനും ഇയാൾ അക്കൗണ്ടുകൾ ഉപയോഗിച്ചിരുന്നതായും കണ്ടെത്തി. സൗദിയിൽ പ്രമേഹത്തിനും പൊണ്ണത്തടിക്കുമുള്ള ആധുനിക ചികിത്സകളായ GLP-1 നിർമ്മാണം പ്രാദേശികവൽക്കരിക്കാൻ ലൈഫ് ഫെരേ ഫാർമസ്യൂട്ടിക്കൽ ഇൻവെസ്റ്റ്മെന്റ് കമ്പനി ഡാനിഷ് കമ്പനിയായ നോവ നോർഡിക്സുമായി ധാരണാപത്രം ഒപ്പുവെച്ചു. നിക്ഷേപ മന്ത്രി എഞ്ചിനീയറിംഗ് ഖാലിദ് അൽഫാലിഹിന്റെ സാന്നിധ്യത്തിലാണ് ഇരു കമ്പനികളും ധാരണാപത്രം ഒപ്പുവെച്ചത്. ബയോടെക്നോളജി മേഖലയിൽ ഗുണനിലവാരമുള്ള നിക്ഷേപങ്ങൾ ആകർഷിക്കാനും വികസിപ്പിക്കാനുമുള്ള നിക്ഷേപ മന്ത്രാലയങ്ങളുടെ ശ്രമങ്ങളുടെ ഭാഗമാണിത്. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഷാർജ റോള സ്ക്വയറിലെ നവീകരിച്ച ഷോറൂമുകൾ ഉപഭോക്താക്കൾക്ക് തുറന്നുകൊടുത്തു. പ്രശസ്ത ബോളിവുഡ് നടിയും മലബാർ ഗോൾഡ് ബ്രാൻഡ് അംബാസിഡറുമായ കരീന കപൂർ ഖാനാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. മലബാർ ഗോൾഡ് വൈസ് ചെയർമാൻ KP അബ്ദുൽ സലാം, ഇന്റർനാഷണൽ ഓപ്പറേഷൻസ് മാനേജിംഗ് ഡയറക്ടർ ഷംലാൽ അഹമ്മദ്, സീനിയർ ഡയറക്ടർ C മായിൻകുട്ടി, എക്സിക്യൂട്ടീവ് ഡയറക്ടർ നിഷാദ് AK എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. വിവിധ വിഭാഗങ്ങളിലായി 40,000-ലധികം ആഭരണ ഡിസൈനുകൾ നവീകരിച്ച ഷോറൂമുകളിൽ ഒരുക്കിയിട്ടുണ്ട്. 13 രാജ്യങ്ങളിലായി 400-ലധികം ഷോറൂമുകളാണ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനുള്ളത്. ഇന്ത്യൻ കരസേനയുമായി ബന്ധപ്പെട്ട സൈറ്റുകൾ ഹാക്ക് ചെയ്യാനുള്ള നീക്കം തകർത്തതായി കരസേന. ശ്രീനഗർ, റാണിഖേദ് എന്നിവിടങ്ങളിലെ ആർമി പബ്ലിക് സ്കൂൾ വെബ്സൈറ്റുകൾ ഹാക്ക് ചെയ്യാനുള്ള നീക്കമാണ് തകർത്തത്. പാകിസ്ഥാനിൽ നിന്നുള്ള ഹാക്കർ എന്ന സംഘമാണ് നീക്കം നടത്തിയത്. ഇന്ത്യൻ വ്യോമസേനയുമായി ബന്ധപ്പെട്ട സൈറ്റും ഹാക്ക് ചെയ്യാൻ ശ്രമം നടത്തി. 4 സൈറ്റുകളും തിരികെ പിടിച്ചതായി കരസേനാ വൃത്തങ്ങൾ അറിയിച്ചു. പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാനെ രൂക്ഷമായി വിമർശിച്ച് ഇന്ത്യ. പാകിസ്ഥാൻ തെമ്മാടി രാജ്യമാണെന്ന് ഐക്യരാഷ്ട്രസഭയിലാണ് വിമർശനം ഉന്നയിച്ചത്. ഭീകരവാദികളെ സഹായിച്ചെന്ന പാക് കുറ്റസമ്മതത്തിൽ അതിശയമില്ലെന്നും UN-ൽ ഇന്ത്യ വ്യക്തമാക്കി. പഹൽഗാം ഭീകരാക്രമണത്തിൽ പാക് ഭീകരൻ ഹാഷി മൂസ, അലിബായ് എന്നിവർക്ക് പങ്കെന്ന് NIA-യുടെ കണ്ടെത്തൽ. ഭീകരർ സാംബ കത്വ മേഖലയിലെ അതിർത്തിവേലി മുറിച്ച് 1 വർഷം മുമ്പാണ് നുഴഞ്ഞുകയറിയതെന്നാണ് സൂചന. സേനാമാർഗിലെ ടണൽ ആക്രമണം ഉൾപ്പെടെ കൂടുതൽ ആക്രമണങ്ങളിൽ ഇവർക്ക് പങ്കുണ്ടെന്നും NIA സംശയിക്കുന്നു. അതിനിടെ ആക്രമണത്തിന് 4 ദിവസം മുൻപ് ഒരു മലയാളി ഫോണിലെടുത്ത ദൃശ്യങ്ങളും പഹൽഗാമിലെ ഭീകരരുടേതെന്ന് സംശയിക്കുന്ന ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട്. ദൃശ്യങ്ങൾ NIA-ക്ക് കൈമാറി. ജമ്മു കശ്മീരിലെ സാംബ കത്വ മേഖലയിലൂടെയാണ് ഭീകരർ ഇന്ത്യയിലേക്ക് കടന്നതെന്നാണ് വിവരങ്ങൾ. അതിർത്തിയിലെ മുള്ളുവേലി മുറിച്ച് ഇന്ത്യയിലേക്ക് കടന്ന ഭീകരർ പിന്നീട് കശ്മീരിൽ നടന്ന പല ഭീകരാക്രമണങ്ങളിലും പങ്കാളികളായിട്ടുണ്ടെന്നും സുരക്ഷാ ഏജൻസികളെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. കശ്മീർ താഴ്വരയിൽ മുൻപ് നടന്ന ഭീകരാക്രമണങ്ങളുമായി ബന്ധപ്പെട്ട നുഴഞ്ഞുകയറ്റത്തെപ്പറ്റി അന്വേഷണം നടത്തിയിരുന്നതായാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. അതേസമയം പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ്. രാഷ്ട്രീയ റൈഫിൾ, CRPF, ജമ്മു കശ്മീർ പോലീസ് എന്നിവർ സംയുക്തമായാണ് തിരച്ചിൽ നടത്തുന്നത്. അതേസമയം ആക്രമണത്തിൽ ഉൾപ്പെട്ട പാക് സ്വദേശികളായ 2 പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അലിഭായ് എന്ന് വിളിക്കുന്ന തൽഹ, ഹസീം മൂസ എന്ന് വിളിക്കുന്ന സുലൈമാൻ എന്നിവരാണിവർ. ഇവരുടെ രേഖാചിത്രങ്ങൾ നേരത്തെ സുരക്ഷാ സേന പുറത്തുവിട്ടിരുന്നു. കഴിഞ്ഞ വർഷം ഒക്ടോബർ 20-ന് സെൻമാർഗിലെ ടണൽ ആക്രമിച്ച് 7 പേരെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ സംശയിക്കുന്ന ഭീകരനാണ് മൂസ. മൂസയോടൊപ്പമുണ്ടായിരുന്ന മറ്റൊരു ഭീകരൻ ജുനൈദ് അഹമ്മദ് ഭട്ടിനെ സുരക്ഷാസേന കഴിഞ്ഞ ഡിസംബറിൽ ഏറ്റുമുട്ടലിൽ വധിച്ചിരുന്നു. ഇയാളിൽ നിന്ന് കണ്ടെടുത്ത ഫോണിൽ നിന്നാണ് മൂസയുൾപ്പെടെയുള്ള മറ്റു ഭീകരരുടെ ചിത്രങ്ങൾ ലഭിച്ചത്. മൂസയെ ആക്രമണ സമയത്ത് ബൈസരൻ വാലിയിൽ ഉണ്ടായിരുന്നവർ തിരിച്ചറിഞ്ഞു. അതേസമയം പഹൽഗാമിൽ ആക്രമണത്തിന് 4 ദിവസം മുൻപ് മലയാളിയായ ശ്രീജിത്ത് രമേശൻ പകർത്തിയ ദൃശ്യങ്ങളിൽ ഭീകരവാദികളുടെ ചിത്രങ്ങൾ പതിഞ്ഞിട്ടുണ്ട്. മകളുടെ ഡാൻസ് വീഡിയോ ചിത്രീകരിക്കുന്നതിനിടെ ആകസ്മികമായി അതുവഴി കടന്നുപോയ ഭീകരർ ക്യാമറയിൽ പതിയുകയായിരുന്നു. ഭീകരരുടെ രേഖാചിത്രങ്ങളും ഫോട്ടോകളും സുരക്ഷാസേന പുറത്തുവിട്ടത് കണ്ടാണ് ശ്രീജിത്ത് രമേശൻ ഇവരെ തിരിച്ചറിഞ്ഞത്. ഇതോടെ അദ്ദേഹം നേരിട്ട് NIA സമീപിക്കുകയായിരുന്നു. ദൃശ്യങ്ങൾ NIA-ക്ക് കൈമാറി. ന്യൂസ് ഡെസ്ക്, അമൃത TV. പഹൽഗാം ആക്രമണത്തെ തുടർന്നുള്ള സ്ഥിതിഗതികൾ വിലയിരുത്താൻ നാളെ സുരക്ഷാ കാര്യങ്ങൾക്കായുള്ള കേന്ദ്ര മന്ത്രിസഭാ യോഗം. പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിക്കണമെന്ന് പ്രധാനമന്ത്രിക്ക് രാഹുൽ ഗാന്ധിയുടെ കത്ത്. രാജ്യസുരക്ഷയ്ക്കായി ചാര സോഫ്റ്റ്വെയർ പെഗാസസ് ഉപയോഗിക്കുന്നത് തെറ്റല്ലെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി.
പഹൽഗാം ആക്രമണത്തെ തുടർന്നുള്ള സ്ഥിതിഗതികൾ വിലയിരുത്താൻ നാളെ സുരക്ഷാ കാര്യങ്ങൾക്കായുള്ള കേന്ദ്ര മന്ത്രിസഭായോഗം നടക്കും. രാവിലെ 11 മണിക്കാണ് യോഗം. അതിനിടെ ഇന്ത്യ പാകിസ്ഥാനെതിരെ കൂടുതൽ നടപടികളിലേക്ക് കടക്കുകയാണ്. പാക് വിമാനങ്ങൾക്ക് ഇന്ത്യൻ വ്യോമമേഖലയിൽ അനുമതി നിഷേധിക്കും. പാക് കപ്പലുകൾക്കും വിലക്കേർപ്പെടുത്താനാണ് നീക്കം. ഇത് സംബന്ധിച്ച ഉത്തരവും ഉണ്ടായേക്കും. നേരത്തെ പാകിസ്ഥാൻ ഇന്ത്യൻ എയർലൈനുകൾക്ക് വ്യോമപാത നിഷേധിച്ചിരുന്നു. അതേസമയം കശ്മീരിന് പുറത്തുനിന്നെത്തുന്നവരുടെ സുരക്ഷ വർദ്ധിപ്പിക്കും. ഇതിന്റെ ഭാഗമായി തെക്കൻ കശ്മീരിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അടച്ചു. കശ്മീർ പോലീസിനും രഹസ്യാന്വേഷണ ഏജൻസികൾക്കും കശ്മീരിന് പുറത്തുനിന്നെത്തുന്നവരുടെ സുരക്ഷ വർദ്ധിപ്പിക്കാൻ നിർദ്ദേശം നൽകി. സംസ്ഥാനത്തിന് പുറത്തുനിന്നുള്ളവർക്ക് നേരെ ആക്രമണ സാധ്യതയെന്ന റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിലാണ് തീരുമാനം. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിക്കണമെന്ന് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. പാർലമെന്റിന്റെ ഇരുസഭകളുടെയും പ്രത്യേക സമ്മേളനം വിളിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് കത്ത് നൽകി. ആക്രമണം എല്ലാ ഇന്ത്യക്കാരെയും പ്രകോപിപ്പിച്ചിട്ടുണ്ടെന്നും ഈ നിർണായക സമയത്ത് ഭീകരതയ്ക്കെതിരെ ഒന്നിച്ചു നിൽക്കുന്നുവെന്ന് രാജ്യം കാണിച്ചു കൊടുക്കണമെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കി. രാജ്യസുരക്ഷയ്ക്കായി ചാര സോഫ്റ്റ്വെയർ പെഗാസസ് ഉപയോഗിക്കുന്നത് തെറ്റല്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. രാജ്യസുരക്ഷ ഉറപ്പാക്കാനുള്ള നടപടികൾ കൈക്കൊള്ളാൻ സർക്കാരിന് അവകാശമുണ്ടെന്നും പെഗാസസ് പോലെ വിവരം ചോർത്താനുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നത് ഇതിന്റെ ഭാഗമായി കാണാമെന്നും സുപ്രീം കോടതി പറഞ്ഞു. എന്നാൽ ആരുടെയെങ്കിലും സ്വകാര്യത ലംഘിക്കുന്ന തരത്തിൽ ഇത് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നത് പരിശോധിക്കണമെന്ന് ജസ്റ്റിസുമാരായ സൂര്യകാന്ത്, എൻ കോടീശ്വർ സിംഗ് എന്നിവരുൾപ്പെട്ട ബെഞ്ച് വ്യക്തമാക്കി. അമൃത ന്യൂസ്, ന്യൂഡൽഹി. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം മെയ് 2 പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കുന്നതോടെ പതിറ്റാണ്ടുകളായുള്ള ഒരു നാടിന്റെ വികസന സ്വപ്നമാണ് സഫലമാകുന്നത്. കഴിഞ്ഞ ഡിസംബർ മുതൽ ശരവേഗത്തിൽ കുതിച്ചു പായുകയാണ് തുറമുഖത്തെ ചരക്ക് നീക്കം. 2ാം ഘട്ട നിർമ്മാണം അടുത്തയാഴ്ച ഉദ്ഘാടനം ചെയ്ത് 3 വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഒരു നാടിന്റെ സ്വപ്നം അങ്ങനെ സാക്ഷാത്കരിക്കുകയാണ്. രാജ്യത്തെ ആഴമേറിയ ട്രാൻസ്ഷിപ്മെന്റ് പോർട്ടാണ് വിഴിഞ്ഞം. 7700 കോടിയുടെ പൊതു സ്വകാര്യ പങ്കാളിത്ത പദ്ധതിയായ വിഴിഞ്ഞം രാജ്യത്തെ ആദ്യത്തെ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം കൂടിയാണ്. വ്യാവസായിക അടിസ്ഥാനത്തിൽ തുറമുഖം പ്രവർത്തനം ആരംഭിച്ച ശേഷം ഇതുവരെ 15 ലക്ഷം TEU കണ്ടെയ്നറുകൾ വിഴിഞ്ഞം തുറമുഖത്ത് വന്നു. 2024 ഡിസംബർ 3 ചരക്ക് നീക്കം ആരംഭിച്ചതു മുതൽ റോക്കറ്റ് വേഗത്തിലാണ് കുതിപ്പ്. 2700 മീറ്റർ പുലിമുട്ടും 800 മീറ്റർ നീളത്തിൽ ബർത്തുമാണ് 1ാം ഘട്ടത്തിൽ പൂർത്തിയായത്. 2ാം ഘട്ടം നിർമ്മാണം നടക്കുമ്പോൾ പുലിമുട്ടിന്റെയും ബർത്തിന്റെയും നീളം കൂടും. സെമി ഓട്ടോമാറ്റിക് നാവിഗേഷൻ സിസ്റ്റവും വ്യോമയാന മാതൃകയിൽ കപ്പലുകളെ നിരീക്ഷിക്കുന്നതിനുള്ള സംവിധാനവും വിഴിഞ്ഞത്തുണ്ട്. നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകുന്നതോടെ കുറഞ്ഞത് 4 വലിയ കപ്പലുകൾ ഒരേ സമയം ബർത്തിൽ അടുപ്പിക്കാനാകും. 1ാം ഘട്ടം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കുന്നതോടെ ആ ആഴ്ച തന്നെ 2ാം ഘട്ട നിർമ്മാണവും തുടങ്ങും. മുഖ്യമന്ത്രി തന്നെയാണ് 2ാം ഘട്ട നിർമ്മാണം ഉദ്ഘാടനം ചെയ്യുക. 2 മുതൽ 4 ഘട്ടം വരെ ഒറ്റത്തവണയായാണ് നിർമ്മാണം. 3 വർഷത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കുകയാണ് ലക്ഷ്യം. ഒരു നാടിന്റെ മുഖച്ഛായ തന്നെ മാറ്റിമറിക്കുന്ന, രാജ്യത്തിന്റെ വികസന കുതിപ്പിന് കാരണമാകുന്ന വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം മെയ് 2 പ്രധാനമന്ത്രി അഭിമാനപൂർവ്വം രാജ്യത്തിന് സമർപ്പിക്കും. തുറമുഖം യാഥാർത്ഥ്യമാകുന്നതോടെ അനുബന്ധ വികസന പദ്ധതികളും സമയബന്ധിതമായി പൂർത്തിയാക്കാനുള്ള ശ്രമങ്ങളാണ് ഭരണകൂടം നടത്തുന്നത്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് നിന്ന് രാജേഷ് താവലിനോടൊപ്പം അൻഫിലി ഡിസൂസ, അമൃത ന്യൂസ്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ കമ്മീഷനിംഗ് സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമാക്കി മാറ്റുന്നതിൽ കടുത്ത വിമർശനവുമായി പ്രതിപക്ഷം. മെയ് 2 നടക്കുന്ന പരിപാടിയിൽ പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാത്തത് വിവാദമായതോടെ തുറമുഖ മന്ത്രി VN വാസവന്റെ ഓഫീസിൽ നിന്നും ക്ഷണക്കത്ത് നൽകി. എന്നാൽ പ്രതിപക്ഷ നേതാവിന്റെ റോൾ എന്താണെന്ന് കത്തിൽ പ്രതിപാദിക്കുന്നില്ല. അന്തരിച്ച പ്രശസ്ത ഛായാഗ്രാഹകനും സംവിധായകനുമായ ഷാജി എൻ കരുണിന് വിട നൽകി സാംസ്കാരിക കേരളം. തിരുവനന്തപുരം ശാന്തി കവാടത്തിൽ സർക്കാരിന്റെ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാരം. വഴുതക്കാട്ടിലെ വീട്ടിലും കലാഭവനിലും പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ ചലച്ചിത്ര, രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ അന്തിമോപചാരം അർപ്പിച്ചു. മാതാ അമൃതാനന്ദമയി മഠം കണ്ണൂർ ബ്രഹ്മസ്ഥാന വാർഷികോത്സവത്തിന് ഭക്തി നിർഭരമായ തുടക്കം. ആശ്രമത്തിലെ മുതിർന്ന സന്യാസി ശ്രേഷ്ഠർ ഉൾപ്പെടെയുള്ളവർ വാർഷിക ഉത്സവത്തിന്റെ ഭാഗമായുള്ള പ്രത്യേക പൂജകൾക്കും പ്രാർത്ഥനകൾക്കും നേതൃത്വം നൽകി. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 100 കണക്കിന് ഭക്തരാണ് ആശ്രമ സന്നിധിയിലേക്ക് എത്തിയത്. സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ തൃക്കരങ്ങളാൽ പ്രതിഷ്ഠിക്കപ്പെട്ട കണ്ണൂർ ബ്രഹ്മസ്ഥാന ക്ഷേത്രത്തിന്റെ 14ാം പ്രതിഷ്ഠ വാർഷിക ആഘോഷങ്ങൾക്ക് ഭക്തി നിർഭരമായ തുടക്കം.
പുലർച്ചെ 5 മണിയോടെ ബ്രഹ്മചാരി വേദവേദ്യാമൃത ചൈതന്യയുടെ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമവും നവഗ്രഹ ഹോമവും നടന്നു. തുടർന്ന് ബ്രഹ്മചാരി സുമേധാമൃതി ചൈതന്യ, ബ്രഹ്മചാരിണി മിനി എന്നിവരുടെ കാർമ്മികത്വത്തിൽ രാഹുദോഷ നിവാരണ പൂജ, മഹാമൃത്യുഞ്ജയ ഹോമം എന്നീ ഹോമങ്ങളും, ബ്രഹ്മചാരിണി സമരാധ്യാമൃത ചൈതന്യയുടെ പ്രഭാഷണം, ധ്യാന പരിശീലനം എന്നിവയും ഉണ്ടായിരുന്നു. മാതാ അമൃതാനന്ദമയി മഠം കണ്ണൂർ മഠാധിപതി സ്വാമി അമൃതകൃപാനന്ദപുരിയുടെ നേതൃത്വത്തിൽ നടന്ന സത്സംഗം വാർഷികോത്സവത്തിന് കൂടുതൽ മികവേകി. സ്വാമി അമൃതകൃപാനന്ദപുരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ആരതി, അമൃതപ്രസാദം, ഭഗവത്ഗീതാ പാരായണം, വൈദിക സൂക്ത പാരായണം എന്നിവയും നടന്നു. വൈകുന്നേരം ബ്രഹ്മചാരി സുമേധാമൃത ചൈതന്യയുടെ കാർമ്മികത്വത്തിൽ ശനിദോഷ നിവാരണ പൂജ നടത്തി. 2 ദിവസങ്ങളിലായാണ് വാർഷികാഘോഷങ്ങൾ നടക്കുന്നത്. വാർഷികോത്സവ സമാപനത്തോടനുബന്ധിച്ച് രാവിലെ 10 മണിക്ക് സ്വാമി ജ്ഞാനാമൃതാനന്ദപുരിയുടെ പ്രഭാഷണവും ഭക്തിഗാനസുധയും ഉണ്ടാകും. നിർധനരായ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ വിതരണവും ഉച്ചയ്ക്ക് 2:30 മുതൽ വിവിധ കലാപരിപാടികളും അരങ്ങേറും. അമൃത ന്യൂസ്, കണ്ണൂർ. കുട്ടിക്കൂട്ടുകാർക്കായി അമൃത TV കോഴിക്കോട് ഒരുക്കിയ 2 ദിവസത്തെ സൗജന്യ സമ്മർ ക്യാമ്പ് സമാപിച്ചു. അമൃത TVയുടെ 20ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി വെള്ളിമാടുകുന്ന് മാതാ അമൃതാനന്ദമയി മഠത്തിൽ സംഘടിപ്പിച്ച കളിയിലൽപ്പം കാര്യം സമ്മർ ക്യാമ്പിൽ നിന്ന് കുട്ടികൾ മടങ്ങിയത് ഒത്തിരി പുത്തൻ അറിവുകളുമായാണ്. മാതാ അമൃതാനന്ദമയി മഠം ജനറൽ സെക്രട്ടറി സ്വാമി പൂർണ്ണാമൃതാനന്ദപുരിയുടെ സാന്നിധ്യം ക്യാമ്പ് കൂടുതൽ മനോഹരമാക്കി. 6 മുതൽ 12 വരെ ക്ലാസുകളിലുള്ള കുട്ടികൾക്കായി അമൃത TV സംഘടിപ്പിച്ച സൗജന്യ സമ്മർ ക്യാമ്പ് അറിവും ഒപ്പം ആനന്ദവും പകർന്നു നൽകുന്നതായിരുന്നു. 2 ദിവസങ്ങളിലായി കോഴിക്കോട് മാതാ അമൃതാനന്ദമയി മഠത്തിൽ നടന്ന ക്യാമ്പ് പുതിയൊരു ലോകം തന്നെ കുട്ടികൾക്കായി തുറന്നു നൽകി. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ക്യാമ്പിൽ വന്നിട്ട്. കുറേ കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും പുതിയ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇതുവരെ അറിയാത്ത കുറേ ടോപ്പിക്സ് നമ്മളിലേക്ക് എത്തുകയും പിന്നെ എന്താണ് ഒരു ഗ്രൂപ്പ് ഫീലാണ്. നമ്മൾ 2 മാസം എന്നുള്ള ഒരു വീട്ടിൽ നിന്നുള്ള ഒരു അടച്ച് നിൽക്കുന്ന പുറത്തേക്ക് കുറേ ഫ്രണ്ട്സിനൊക്കെ കിട്ടിയപ്പോൾ ഒരു ഓപ്പൺ മൈൻഡഡ് ആയിട്ടുണ്ട്. ഇന്നലെ രാവിലെ ഇങ്ങോട്ട് വരുമ്പോഴും വലിയ എക്സൈറ്റ്മെൻറ്റിലൊന്നും അല്ലായിരുന്നു. പിന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഇവിടെ വന്നിട്ടില്ലെങ്കിൽ അത് വലിയൊരു നഷ്ടമായിരിക്കും എന്ന് തന്നെയാണ് തോന്നിയത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്യാമ്പ് സംഘടിപ്പിച്ച അമൃത TVക്കും അതുപോലെ തന്നെ അച്ഛനും അമ്മയ്ക്കുമാണ് ഞാൻ നന്ദി പറയുന്നത്. കാരണം അവരാണ് ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഈ 2 ദിവസത്തെ ക്യാമ്പ് എനിക്ക് വളരെ സന്തോഷവും അറിവും കിട്ടി. പിന്നെ എൻ്റെ ഇഷ്ട കലയായ കളരിപ്പയറ്റ് എനിക്കിവിടെ അഭ്യസിക്കാൻ ഒരു ചാൻസ് കിട്ടി. ബ്രഹ്മചാരി വിവേക് വിജയന്റെ നേതൃത്വത്തിൽ നടന്ന മൈൻഡ് ആൻഡ് ഫിസിക്കൽ ട്രെയിനിംഗ് പ്രോഗ്രാമിലൂടെയാണ് 2ാം ദിവസത്തെ ക്യാമ്പ് ആരംഭിച്ചത്. ബ്രഹ്മചാരി വിശ്വനാഥാമൃത ചൈതന്യയുടെ മൈൻഡ് മീറ്റ് കൾച്ചർ സെഷൻ കുട്ടികൾക്ക് കൂടുതൽ ഊർജം നൽകി. പത്മശ്രീ മീനാക്ഷി അമ്മയുടെ കളരി പരിശീലനം പലർക്കും പുതിയ അനുഭവമായിരുന്നു. ചിട്ടയായ ഭക്ഷണക്രമത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ അമൃത ആയുർവേദ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻ HOD ഡോക്ടർ വന്ദന റാണിയുടെയും ഡോക്ടർ മീര ശിവകുമാറിന്റെയും നേതൃത്വത്തിൽ നടന്ന ക്ലാസ് സഹായകമായി. അമൃത ന്യൂസ് സീനിയർ എക്സിക്യൂട്ടീവ് എഡിറ്റർ M കൃഷ്ണകുമാർ, കോഴിക്കോട് റീജിയണൽ ഹെഡ് KK പ്രശാന്ത് എന്നിവർ നടത്തിയ എത്തിക്സ് ഓഫ് ജേർണലിസം, മൊബൈൽ ജേർണലിസം തുടങ്ങിയ ക്ലാസുകളിലൂടെ വാർത്താലോകത്തെക്കുറിച്ച് കൂടുതൽ ആഴത്തിലറിയാൻ കുട്ടികൾക്ക് സാധിച്ചു. മാതാ അമൃതാനന്ദമയി മഠം ജനറൽ സെക്രട്ടറി സ്വാമി പൂർണ്ണാമൃതാനന്ദപുരിയുടെ സംഭാഷണം കുട്ടികൾക്ക് കൂടുതൽ അറിവും ആവേശവും പകർന്നു. വിനയമുണ്ടെങ്കിൽ നമുക്ക് എന്തും നേടിയെടുക്കാൻ സാധിക്കും. ജീവിതത്തിൽ നേരിടുന്ന പ്രശ്നത്തിന് പരിഹാരം ധ്യാനമാണെന്ന അമ്മയുടെ സന്ദേശവും സ്വാമി കുട്ടികൾക്ക് പകർന്നു നൽകി. നമ്പർ 1 സീത ഹസിത വികസിത ഉപഹസിത അതിഹസിത അപഹസിത. അമൃത TV ക്രിയേറ്റീവ് ഹെഡ് സിന്ധു മോഹൻ സ്വാമിക്ക് സ്നേഹോപഹാരം നൽകി ആദരിച്ചു. ക്യാമ്പിൽ അതിഥിയായി എത്തിയ സൂരജ് തേലക്കാട് പാർവതി ബാബുവിനോടൊപ്പം ചേർന്ന് കുട്ടികളെ ആടിയും പാടിയും രസിപ്പിച്ചാണ് മടങ്ങിയത്.
അമൃത TV HR ഹെഡ് രാധിക, ഡെപ്യൂട്ടി ക്രിയേറ്റീവ് ഹെഡ് അജയൻ കെ നായർ, സീനിയർ മാനേജർ മാർക്കറ്റിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ പ്രകാശ് ബാബു, അസിസ്റ്റന്റ് മാനേജർ അഡ്മിനിസ്ട്രേഷൻ രാജേഷ് കുമാർ BV തുടങ്ങിയവർ പരിശീലനത്തിനെത്തിയവരെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. ക്യാമ്പിൽ പങ്കെടുത്ത കുട്ടികൾക്ക് മാതാ അമൃതാനന്ദമയി മഠം ജനറൽ സെക്രട്ടറി സ്വാമി പൂർണ്ണാമൃതാനന്ദപുരി, കോഴിക്കോട് മഠാധിപതി സ്വാമി വിവേകാമൃതാനന്ദപുരി, അമൃത വിശ്വവിദ്യാപീഠം കൊച്ചി സെന്റർ ഡീൻ ഡോക്ടർ U കൃഷ്ണകുമാർ തുടങ്ങിയവർ ചേർന്ന് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. ക്യാമ്പിൽ മികച്ച പ്രകടനം നടത്തിയ VS വേണിക നായർ, പുണ്യ എന്നീ കുട്ടികൾക്ക് സമ്മാനം നൽകി. ബിസിനസ് ഹെഡ് R ശിവകുമാർ, അഡ്മിനിസ്ട്രേഷൻ ഡെപ്യൂട്ടി മാനേജർ S ദീപ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിലായിരുന്നു 2 ദിവസത്തെ ക്യാമ്പ്. അമൃത ന്യൂസ്, കോഴിക്കോട്. രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ 4ാം വാർഷികങ്ങളോടനുബന്ധിച്ച് കോട്ടയത്ത് തെരഞ്ഞെടുക്കപ്പെട്ട പൗരപ്രമുഖരുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടിക്കാഴ്ച നടത്തി. LDF ഭരണത്തിൽ കേരളത്തിൽ ധാരാളം സ്റ്റാർട്ടപ്പുകളുടെ കാര്യത്തിൽ വൻ കുതിച്ചുചാട്ടമുണ്ടായെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അടുത്ത വർഷത്തോടെ സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം ഇരട്ടിയാകുമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. സർക്കാരിന്റെ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി കോട്ടയം നാഗമ്പടത്ത് നടക്കുന്ന പ്രദർശന വിപണന മേളയ്ക്ക് ബുധനാഴ്ച സമാപനമാകും. രണ്ടാം പിണറായി വിജയൻ സർക്കാർ 5ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ പൊതുജനങ്ങളിൽ നിന്നുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തേടുന്നതിന്റെ ഭാഗമായാണ് കോട്ടയത്ത് മുഖ്യമന്ത്രിയുടെ മുഖാമുഖം പരിപാടി സംഘടിപ്പിച്ചത്. ഈരേൽ കടവ് ആൻസ് കൺവെൻഷൻ സെന്ററിൽ നടന്ന പരിപാടിയിൽ 500ഓളം പേർ പങ്കെടുത്തു. 20ഓളം പേർക്ക് ചോദ്യങ്ങൾ ചോദിക്കുവാനും നിർദ്ദേശങ്ങൾ സമർപ്പിക്കുവാനും അവസരമുണ്ടായിരുന്നു. LDF ഭരണത്തിൽ കേരളത്തിൽ ധാരാളം സ്റ്റാർട്ടപ്പുകളുടെ കാര്യത്തിൽ വൻ കുതിച്ചുചാട്ടമുണ്ടായെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അടുത്ത വർഷത്തോടെ സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം ഇരട്ടിയാകും. സംസ്ഥാനത്ത് നിലവിലെ സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം 6300 ആണ്. അടുത്ത വർഷത്തോടെ ഇത് 15000 ആകും. ഈ വർഷം നവംബർ 1 കേരളം അതിദാരിദ്ര്യമില്ലാത്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സ്റ്റാർട്ടപ്പുകളുമായി ബന്ധപ്പെട്ട് രാജ്യവും ലോകവും കേരളം നല്ല പുരോഗതി നേടുന്നുവെന്നാണ് കണക്കാക്കുന്നത്. 2016 അവസ്ഥ എടുത്താൽ 300 സ്റ്റാർട്ടപ്പുകളാണ് ഉണ്ടായത്. ഇപ്പോഴത് 6300 ആണ്. വലിയ തോതിലാണ് സ്റ്റാർട്ടപ്പിൻ്റെ വികസനം നടന്നിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗമായി സംസ്ഥാനത്തുണ്ടായ നിക്ഷേപം 5800 കോടി രൂപയുടേതാണ്. തൊഴിലവസരം 60000 അപ്പോൾ സ്റ്റാർട്ടപ്പുകളുടെ പറുദീസയായാണ് കേരളത്തെ മറ്റുള്ളവർ കണക്കാക്കുന്നത്. മന്ത്രി VN വാസവൻ അധ്യക്ഷത വഹിച്ചു. മന്ത്രി P പ്രസാദ്, ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജ്, ജോസ് കെ മാണി MP, MLA-മാരായ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ, ജോബ് മൈക്കിൾ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ തുടങ്ങിയവർ പങ്കെടുത്തു. കൂടിക്കാഴ്ചയിലൂടെ ലഭിക്കുന്ന ഗുണപരമായ നിർദ്ദേശങ്ങൾ നടപ്പാക്കാനായാൽ സംസ്ഥാനത്തിന് എല്ലാ മേഖലകളിലും കൂടുതൽ ഉയർച്ച കൈവരിക്കാൻ കഴിയുമെന്ന് ഐക്യ മലയരയ മഹാസഭ ജനറൽ സെക്രട്ടറി PK സജീവ് പറഞ്ഞു. പുരോഗതിക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളാണ് സമർപ്പിക്കുന്നത്. അത് കൃത്യമായിട്ടും ഗവൺമെൻറ് പഠിക്കും എന്ന് തന്നെയാണ് കരുതുന്നത്. അത് നടപ്പിലാക്കുകയാണെങ്കിൽ ഈ നാടിന് തന്നെ ഏറ്റവും മികച്ച ഒരു സംസ്ഥാനമായി, നമ്മുടെ രാജ്യത്തെ തന്നെ മികച്ച സംസ്ഥാനമായിട്ട് ഉയരുവാൻ കഴിയും. വ്യാപാരികൾ നേരിടുന്ന പല പ്രശ്നങ്ങളും മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനടക്കം ഇത്തരം മുഖാമുഖം പരിപാടി സഹായകരമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് MK തോമസ് കുട്ടി പറഞ്ഞു. കാരണം ഇതുപോലെയുള്ള മുഖ്യമന്ത്രിയുമായിട്ടുള്ള ചർച്ചകളൊക്കെ സംഘടനയ്ക്കും വ്യാപാരികൾക്കും വളരെയേറെ പ്രയോജനം ചെയ്തിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ വാർഷികാഘോഷങ്ങളോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിരിക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണനമേള സർക്കാരിന്റെ വികസന പദ്ധതികളെയും ജനക്ഷേമ പ്രവർത്തനങ്ങളെയും കുറിച്ച് ജനങ്ങൾക്ക് അറിവ് പകരാൻ സഹായകരമാണെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ പറഞ്ഞു. സ്റ്റാളുകളുടെയും പരിപാടികളുടെയും വൈവിധ്യം കൊണ്ട് മേളയുടെ സംഘാടനം മികവുറ്റതായെന്നും അവർ കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നാഗമ്പടത്ത് നടക്കുന്ന സംഗമങ്ങൾ, കർഷക സംഗമങ്ങൾ, ഹരിതകർമ്മസേനയുടെ സംഗമം, കാർഷിക വിപണന മേളകൾ, ഇതൊക്കെ നമ്മുടെ നാട്ടിലെ സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും നേരിട്ട് കാണുന്നതിനും സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ നേരിട്ട് മനസ്സിലാക്കുന്നതിനും വളരെയധികം പ്രയോജനപ്പെട്ടു എന്നുള്ളത് കോട്ടയം ജില്ലയും ജില്ലാ ഭരണകൂടത്തിനും ജില്ലാ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായ കാര്യമാണ്. കോട്ടയം നാഗമ്പടം മൈതാനത്ത് ഈ മാസം 24 ആരംഭിച്ച എന്റെ കേരളം പ്രദർശന വിപണനമേള ബുധനാഴ്ച സമാപിക്കും. വിവിധ സർക്കാർ വകുപ്പുകളുടെ സ്റ്റാളുകൾ, സെമിനാറുകൾ, വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരുടെ സംഗമങ്ങൾ, കലാപരിപാടികൾ, ഭക്ഷ്യമേള തുടങ്ങിയവയാണ് പ്രദർശന വിപണനമേളയുടെ ഭാഗമായി സംഘടിപ്പിച്ചിരിക്കുന്നത്. അമൃത ന്യൂസ്, കോട്ടയം. ത്രിരാഷ്ട്ര ഏകദിന ടൂർണമെന്റിലെ തുടർച്ചയായ 2ാം മത്സരത്തിലും നാടകീയ വിജയവുമായി ഇന്ത്യൻ വനിതകൾ. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ മത്സരത്തിൽ 15 റൺസിനാണ് ഇന്ത്യൻ വനിതകൾ ജയിച്ചത്. മത്സരത്തിൽ ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ഇന്ത്യ നിശ്ചിത 50 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 276 റൺസ് നേടി. മറുപടി ബാറ്റിംഗിൽ അവസാന ഓവറുകളിൽ നാടകീയ ബാറ്റിംഗ് തകർച്ച നേരിട്ടാണ് 261 റൺസിന് ദക്ഷിണാഫ്രിക്ക പുറത്തായത്. ഇതോടെ മിഡിൽ ഈസ്റ്റ് വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.